എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. സയൻസ് ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 28. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ഉത്തരം ആര്യഭട്ട. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ഉത്തരം വിറ്റാമിൻ കെ. പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഉപകരണം ഏത്? ഉത്തരം ലാക്ടോമീറ്റർ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ഉത്തരം S. സോമനാഥ്. ഭൂകമ്പ തീവ്രത അളക്കുന്നത് ഏത് സ്കെയിലിലാണ്? ഉത്തരം റിക്ടർ സ്കെയിൽ. പരിസ്ഥിതി ദുരന്തങ്ങൾ പ്രമേയമായി റേച്ചൽ കഴ്സൺ രചിച്ച സുപ്രസിദ്ധ ഗ്രന്ഥം ഏത്? ഉത്തരം നിശബ്ദ വസന്തം. ഇന്ദുചൂടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളീയനായ പക്ഷി നിരീക്ഷകൻ ആരാണ്? ഉത്തരം KK നീലകണ്ഠൻ. വിരിപ്പ് കൃഷി, മുണ്ടകൻ കൃഷി, പുഞ്ചകൃഷി എന്നിവ കേരളത്തിലെ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട് വിളയിറക്കുന്ന കാലങ്ങളാണ്. ഇത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം നെല്ല്. തവളകൾ ജലത്തിലുള്ളപ്പോൾ ഏത് അവയവത്തിൻ്റെ സഹായത്താലാണ് ശ്വസിക്കുന്നത്? ഉത്തരം ത്വക്ക്. ISROയുടെ ആദ്യ സൗരപര്യവേക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേരെന്ത്? ഉത്തരം ആദിത്യ L1. ഈ വർഷത്തെ പരിസ്ഥിതി ദിന മുദ്രാവാക്യം എന്താണ്? ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചാ പ്രതിരോധം. വൈദ്യുതി ഏറ്റവും കൂടുതലായി കടത്തിവിടാൻ കഴിവുള്ള ലോഹം ഏതാണ്? ഉത്തരം വെള്ളി. കറിവേപ്പിലയിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ എ. ബ്ലീച്ചിങ് പൗഡറിൽ അണുനാശകമായി പ്രവർത്തിക്കുന്ന മൂലകം ഏതാണ്? ഉത്തരം ക്ലോറിൻ. പാലിൻ്റെ വെളുത്ത നിറത്തിന് കാരണമായ പ്രോട്ടീൻ ഏതാണ്? ഉത്തരം കേസിൻ. എല്ലാ വർഷവും ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഉത്തരം മെയ് 22. തെരുവ് വിളക്കുകളിൽ പ്രതിഫലകമായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത് രീതിയിലുള്ളതാണ്? ഉത്തരം കോൺവെക്സ് ദർപ്പണം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയ മൂലകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. സോളാർ സെല്ലുകളുടെ നിർമ്മാണത്തിൽ
ഉപയോഗിക്കുന്ന അർദ്ധചാലക മൂലകം? ഉത്തരം സിലിക്കൺ. മലേറിയയ്ക്ക് കാരണമായ രോഗകാരി? ഉത്തരം പ്രോട്ടോസോവ. താപവികിരണങ്ങൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഇൻഫ്രാറെഡ് കിരണങ്ങൾ. മണ്ണിനെക്കുറിച്ചുള്ള പഠനം? ഉത്തരം പെഡോളജി. ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു? ഉത്തരം ഇൽമനൈറ്റ്. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനം? ഉത്തരം ജൂൾ ഹീറ്റിംഗ്. ഇന്ത്യൻ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവ്? ഉത്തരം APJ അബ്ദുൽ കലാം. ക്രൂഡ് ഓയിലിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗം? ഉത്തരം ആംശിക സ്വേദനം. എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിക്ക് അന്തർദേശീയ ചിഹ്നമായി ഉപയോഗിക്കുന്നത്? ഉത്തരം ചുവന്ന റിബൺ. ഗ്ലാസിന് മഞ്ഞ നിറം നൽകാൻ ചേർക്കുന്ന മൂലകം? ഉത്തരം ക്രോമിയം. ChatGPTയുടെ സ്രഷ്ടാവ് ആരാണ്? ഉത്തരം സാം ആൾട്ട്മാൻ. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം? ഉത്തരം പ്ലാറ്റിനം. ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ഓട്ടോ ഹാൻ. ഇന്ത്യയിൽ ഏറ്റവുമധികം വനങ്ങളുള്ള സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്.